ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയാണ് നടൻ ജിഷിൻ മോഹൻ. തൻ്റെ വ്യക്തിജീവിതത്തിനെക്കുറിച്ചും ഷോയിൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട്. നടി വരദയായിരുന്നു ജിഷിൻ്റെ ആദ്യ ഭാര്യ. വരദയുമായി പിരിഞ്ഞ ശേഷം അമ്മയ്യ നായരുമായി ജിഷിൻ അടുത്ത്. ഇരുവരും ഇന്ന് ജീവിത പങ്കാളികളാണ്. ഒരു സീരിയൽ ചെയ്യുന്നതിനിടയ്ക്ക് ഇരുവരും അടുത്ത്. ജിഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് അമ്മയ്യ ജീവിതത്തിലേക്ക് വരുന്നത്. താൻ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നുവെന്ന് ജിഷിൻ തുറന്നു പറഞ്ഞിരുന്നു. നേരത്തെ ബിഗ് ബോസിൽ വെച്ച് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ അമ്മയ്യ. സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ഇരുവരും. ഡ്രഗ്സിന് അടിമപ്പെട്ട ആളെ എന്തിന് പങ്കാളിയാക്കി എന്ന് ചോദിച്ചവരുണ്ട്. ഞങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്ത് പുള്ളിക്ക് ഒരുപാട് മെൻ്റൽ പ്രശ്നങ്ങളും മെൻ്റൽ ട്രോമകളും ഉണ്ടായിരുന്നു. അമ്മയ്യ, നീ എടുക്കുന്ന റിസ്ക് അല്ലേ എന്ന് എൻ്റെ കൂടെ പഠിക്കുന്നവർ ചോദിച്ചു. റിസ്ക് കൊടുക്കാതെ ആരും ഒന്നും നേടില്ല എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, എനിക്ക് സ്നേഹം തോന്നിപ്പോയി. ജിഷിൻ്റെ ആദ്യ വിവാഹ ബന്ധത്തിൽ പ്രശ്നമായത് താനല്ലെന്നും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ടെന്ന് അമേദ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും സെലിബ്രിറ്റീസുകളാണ്. സെപ്പറേറ്റായ വിവരം അവർ പുറത്തു വിട്ടിരുന്നില്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുന്നു. ഇവർ പിരിഞ്ഞു എന്ന് കുറച്ച് പേർക്കും കൺഫ്യൂഷനുണ്ട്. ഇത്രയും ക്ലോസായി നിൽക്കുന്നവർക്കേ അറിയൂ. ഇന്നലെയും കൂടി ഇത് ആരാണ് എന്ന് ചോദിച്ച് കമൻ്റ് ഉണ്ടായിരുന്നു. പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു സീരിയൽ വെച്ച് കണ്ടിരുന്നു. അന്ന് സെൽഫി എടുത്തു. പക്ഷേ കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്റ്റോ ഇല്ല. സെൽഫി ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ആയിട്ട് കൊള്ളില്ല എന്ന് പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞു. അതോടെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ കന്യാദാനം എന്ന സീരിയലിൽ വെച്ച് കാണുന്നത്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പായി. 6 മാസം കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തേക്കുള്ള അവസ്ഥ. ഞാൻ പറഞ്ഞനുസരിച്ച് പുള്ളി മാറുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ കൂടുതൽ അടുത്തതെന്ന് അമേയ പറയുന്നു. തൻ്റെ 24ാം വയസ്സിൽ വിവാഹമോചിതയായി സെപ്പറേറ്റായി. അപ്പോൾ താൻ എടുത്ത തീരുമാനമായിരുന്നു അത്. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ചിന്ത വന്നത്. ഒരു കാലം കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മിച്ച് വെക്കേണ്ടേ ഞാൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന്. അങ്ങനെയാണ് അമയ്യ ഇപ്പോൾ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന. ഏതു കാര്യങ്ങൾക്കായാലും ഇപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് തന്നെയാണ് തനിക്ക് മക്കളെന്നും താൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കുന്നതും പൊട്ടുവെക്കുന്നതെല്ലാം ഇപ്പോൾ തൻ്റെ ഇഷ്ടത്തിലാണ്. മറ്റുള്ളവർ താല്പര്യത്തിന് താൻ കണക്കാക്കുന്നില്ല. ഇപ്പോൾ സ്വന്തം താല്പര്യമാണ് കണക്കാക്കുന്നത് എന്ന് അമയ്യ പറയുന്നുണ്ടായിരുന്നു. തൻ്റെ ആദ്യ വിവാഹത്തിന് ഡ്രസ്സ് മുതൽ പൊട്ട് മുതൽ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ചെയ്തിരുന്നത്. തനിക്കൊന്നൊരിഷ്ടം ഇല്ലായിരുന്നു. ഭർത്താവുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തർ പറയുന്നത് കേൾക്കുന്ന അമയ്യ എന്തോ ദേശീയക്കാരി വാശിക്കാരി ആണ് എന്ന്. ഇതുവരെ അടുത്തു നിന്നവർ വരെ വെറുക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാക്കിയത് എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ഒന്നും. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചതെന്ന് അമയ്യ പറയുന്നുണ്ടായിരുന്നു. ജിഷിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും താൻ ചെയ്യാറില്ല എന്നും തൻ്റെ കുട്ടികളെ പോലും ജിഷിൻ്റെ കൂടെ ഒരുമിച്ച് പോയി കാണാറില്ല എന്നും താൻ തൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കുഞ്ഞിനെ കാണാനും സ്നേഹിക്കാനുമുള്ള ആഗ്രഹം തോന്നും. ആ വിഷമം പോലും ജിഷിൻ ചേട്ടന് വരല്ലേ എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ കാണാൻ പോകുമ്പോൾ ജിഷിൻ ചേട്ടനെ കൊണ്ടുപോകാത്തതെന്ന് അമയ പറയുന്നു.